നമസ്കാരം. ചരിത്ര പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ചരിത്രം അറിയുന്നത്. ചരിത്രം വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ സമാന്തരമായി സാഹിത്യം ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണെന്ന് മാത്രം. ചരിത്രത്തിന് വികാരമില്ല, എന്നാൽ സാഹിത്യം മനുഷ്യൻ്റെ വൈകാരിക ചരിത്രത്തെയാണ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, ചരിത്രാധിഷ്ഠിതമായി ധാരാളം നോവലുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അതിൽ സത്യം കൃത്യമായി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ അത് സത്യത്തേക്കാൾ വലിയൊരു സത്യത്തെയാണ് സാഹിത്യകൃതികൾ അടയാളപ്പെടുത്തുന്നത്. കാരണം അത് മനുഷ്യൻ്റെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെയാണ് സാഹിത്യം ഉപയോഗപ്പെടുത്തുന്നത്, ഓരോ ഡാറ്റയെ അല്ല. അങ്ങനെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു അത്ര മലയാളികൾക്ക് പരിചയമില്ലാത്ത ഒരു ചെറിയ കഥയാണ്. ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ ഇന്ത്യ വിഭജിക്കപ്പെട്ടതാണ്. ഏകദേശം 10 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യർ പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തു. ഒരുപാട് സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒരുപാട് പേർ തട്ടിക്കൊണ്ടുപോയി. അതേപോലെ അനവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. അതേപോലെ കുടുംബങ്ങൾ തന്നെ വിഭജിക്കപ്പെട്ടു. എത്രയും വേദനാജനകമായ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഇന്ത്യ വിഭജനം. ധാരാളം പുസ്തകങ്ങൾ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ലോകത്തിലെ ഒരുപാട് റൈറ്റേഴ്സ്, ഒരുപാട് ചരിത്രകാരന്മാർ ഇന്നും അതിനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചരിത്ര പുസ്തകങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഒരു ചെറിയ കഥയെക്കുറിച്ചാണ്. ധാരാളം നോവലുകൾ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ നോവൽ നമുക്കറിയാം, ഖുശ്വന്ത് സിംഗിൻ്റെ എ ട്രെയിൻ ടു പാകിസ്ഥാൻ. അതേപോലെ ഭീഷ്മ സാഹ്നിയുടെ തമസ്. അങ്ങനെ നിരവധി നോവലുകൾ, അനവധി ചെറുകഥകൾ ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ധാരാളം സിനിമകളും ഈ കൃതികളെ അധിഷ്ഠിതമായും അല്ലാതെയും വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും തീവ്രമായി അനുഭവിച്ച ഒരു ചെറുകഥ എഴുതിയത് പ്രശസ്തനായ കവിയും ഗാനരചയിതാവും ഹിന്ദിയിലെ, ഉറുദുവിലെ ഏറ്റവും വലിയൊരു സാഹിത്യകാരനുമായ ഗുൽസാറാണ്. ആ കഥയുടെ പേര് രവി പാർ എന്നാണ്. രവി നമുക്കറിയാം, നമ്മുടെ പഞ്ചാബിലൂടെ ഒഴുകി, ഇന്ത്യയിൽ നിന്നൊഴുകി പഞ്ചാബിലൂടെ കടന്ന് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന നദിയാണ് രവി. സിന്ധുവിൻ്റെ ഒരു ട്രിബ്യൂട്ടറി. രവി പാർ എന്നാണ് ഈ കഥയുടെ പേര്. വിഭജന സമയത്ത് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം ദർശൻ സിംഗ്, അയാളുടെ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളുടെ അച്ഛൻ, അമ്മ, കുടുംബം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവസാനം അയാളും അയാളുടെ ഭാര്യയും അപ്പോൾ ആയിടെ മാത്രം പ്രസവിച്ച 2 ഇരട്ട കുട്ടികളുമായി തിരിച്ച് ഇന്ത്യയിലേക്ക് ഉള്ള പലായനത്തിന് തയ്യാറാവുകയാണ്. അങ്ങനെ അവർ 2 കൂടകളിൽ, വാഴയിലെ കൂടകൾ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കൂടകളിൽ ആ കുഞ്ഞുങ്ങളെ, ഇരട്ട കുഞ്ഞുങ്ങളെയും എടുത്ത് അവർ പലായനത്തിന് വലിയൊരു കഫീലയിൽ ഭാഗവാക്കായി അവർ പലായനത്തിനൊരുങ്ങി വരുന്നു. അപ്പോൾ അവർക്കൊരു ട്രെയിൻ, ഒരു സ്പെഷ്യൽ ട്രെയിൻ, ഇന്ത്യയിലേക്ക് പോകുന്ന, വാഗ ബോർഡർ കഴിഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിൽ അവർക്ക് സ്ഥലം കിട്ടുന്നു. ആ ട്രെയിനിൻ്റെ അവസ്ഥ നമുക്കറിയാം. പഴയ വിഭജനത്തെക്കുറിച്ച് വായിച്ചിട്ടുള്ളവർക്കറിയാം. ആ ട്രെയിനുകൾ, ഒരു ആയിരക്കണക്കിന് മനുഷ്യർ ആ ട്രെയിനിൻ്റെ മുകളിലും അകത്തും ഒക്കെയായി പറ്റിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് ട്രെയിനുകളിലുള്ളത്. ദാഹിച്ച വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ ഈ കൊടും പലായനമാണ് അത് നടക്കുന്നത്. അതിൽ തന്നെ ചിലപ്പോൾ വഴിയിൽ വെച്ച് മരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിന്ദുക്കളുടെ ട്രെയിനിനെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും ട്രെയിനിനെ തിരിച്ചാക്രമിക്കുന്നു, സിഖുകാരെ ആക്രമിക്കുന്നു, സിഖുകാർ തിരിച്ചാക്രമിക്കുന്നു. അത് വളരെ ക്രൂരമായി കഴുത്ത് വെട്ടിയും വെടിവെച്ചും ഒക്കെ കൊല്ലുന്നു. സ്ത്രീകളെ ആ ട്രെയിനിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത്തരം ധാരാളം സംഭവങ്ങൾ, ധാരാളം ക്രൂരതകൾ ഈ വിഭജന സമയത്ത് പലായനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ദർശൻ സിംഗ് തൻ്റെ ഭാര്യയും 2 ഇരട്ട കുഞ്ഞുങ്ങളുമായി ഈ ട്രെയിനിൽ കയറാൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ സ്പെഷ്യൽ ട്രെയിനിൽ
അതിൻ്റെ റൂഫിൽ, അതിൻ്റെ മുകളിൽ സഞ്ചരിക്കാൻ ഇടം കിട്ടി. കുട്ടികൾ കൂടി ഉള്ളതുകൊണ്ട്, 2 കുഞ്ഞുങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് ആരോ ഇടം കൊടുത്തതാണ്. അതിൻ്റെ മുകളിൽ കയറി ദർശൻ സിംഗും ഭാര്യയും ഈ മക്കളും തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ ഒക്കത്ത് എപ്പോഴും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു കുട്ടി കരയുമ്പോൾ മറ്റൊരു കുട്ടി കരയുന്നു. ഒന്ന് മുല കുടിക്കുമ്പോൾ മാത്രമേ മറ്റൊരു കുടിക്കുന്നുള്ളൂ. അങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുമ്പോൾ സന്ധ്യയായി. അതിൽ ഒരു കുഞ്ഞ് മരിച്ചതായി ദർശൻ സിംഗ് മനസ്സിലാക്കുന്നു. അയാൾ ഇടയ്ക്കിടെ കുഞ്ഞുങ്ങളെ തട്ടുന്നുണ്ട്, അമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു ഇതിൽ ഒരു കുഞ്ഞ് വിശന്ന് മരിച്ചുപോയെന്ന് മനസ്സിലാക്കുന്നു. ആ അമ്മ ഷാനി എന്നാണ് ദർശൻ സിംഗിൻ്റെ ഭാര്യയുടെ പേര്. അവളിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കുഞ്ഞിനെ, മരിച്ച കുഞ്ഞിനെയും അവൾ അവളുടെ മാറത്തു നിന്ന് മാറ്റുന്നേയില്ല. മറ്റാർക്കും കൊടുക്കാതെ അതിനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ യാത്ര തുടർന്നു. അത് കുറേ പോയപ്പോൾ അത് രവി നദി എത്തി. രവി നദിക്ക് കുറുകെയുള്ള പാലം കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ആളുകൾ, ദർശൻ സിംഗിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും മതക്കാരും ഒക്കെയായ ആളുകൾ അയാളോട് പറഞ്ഞു, ദർശൻ, നീ നിൻ്റെ ഈ കുഞ്ഞിനെ രവി നദിയിലേക്ക് എറിയൂ. അവിടെ അവന് പുണ്യം കിട്ടും, അവന് മോക്ഷം കിട്ടും. രവി നദി അവന് മോക്ഷം നൽകും എന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ എല്ലാം വാക്ക് സ്വീകരിച്ചുകൊണ്ട് അമ്മ അറിയാതെ ആ രാത്രി, അസാധ്യമായ ആ രാത്രി, അയാൾ ആ കുഞ്ഞിനെ കൂടയിൽ നിന്നെടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. മരിച്ച കുഞ്ഞിനെയാണ് അയാൾ എറിയുന്നത്. പക്ഷെ എറിയുമ്പോൾ ആ കുഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അയാൾ കേൾക്കുന്നു. ഇവിടെ വായിച്ചെത്തുമ്പോൾ വായിക്കുന്നവർ ആ കുഞ്ഞിനൊപ്പം അല്ലെങ്കിൽ ദർശൻ സിംഗിനൊപ്പം അപാരമായി ഒന്ന് നിലവിളിച്ചു പോകും. അയാൾ നോക്കുമ്പോൾ മരിച്ച കുഞ്ഞിപ്പോഴും ആ അമ്മയുടെ മാറിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അയാൾ എടുത്തെറിഞ്ഞത് ജീവനുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രവി നദി കടന്നു, വാഗ ബോർഡർ എത്തി. അപ്പോഴേക്കും ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്നു, വാഗ വാഗ, ഇന്ത്യ ഇന്ത്യ, ഇന്ത്യ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടം ഈ ദർശൻ സിംഗിൻ്റെ വേദനയെ ആൾക്കൂട്ടം വലിയൊരു ആഘോഷത്തിൽ മുക്കിക്കളയുന്നു. ആലോചിച്ച് നോക്കൂ, ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് വിവരങ്ങളാണ്. മരിച്ചത് 10 ലക്ഷം, കൊല്ലപ്പെട്ടത് 10 ലക്ഷം, ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഇത്ര, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ ഇത്ര, മരിച്ചവരിൽ കുട്ടികൾ ഇത്ര, ആണുങ്ങൾ ഇത്ര, പെണ്ണുങ്ങൾ ഇത്ര, വിഭജിക്കപ്പെട്ട കുടുംബങ്ങൾ എത്ര. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ചരിത്രം തരുന്നത്. ചരിത്രത്തിന് വികാരമില്ല, ചരിത്ര പുസ്തകങ്ങൾക്ക് വികാരമില്ല, അത് മറ്റൊരു കണ്ണിൽ കാണുന്നു. എന്നാൽ സാഹിത്യം ആ മനുഷ്യൻ്റെ വേദനകളെ രേഖപ്പെടുത്തി പോകുന്നു. ഈ കഥ വായിക്കുമ്പോൾ ഒരുപക്ഷെ 1000 ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അധികമായിരിക്കും. പക്ഷേ 1000 ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാലും കിട്ടാത്ത വിധം നിങ്ങൾ വിഭജനത്തിൻ്റെ വേദന അറിയുന്നു. ഗുൽസാറിൻ്റെ രവി പാർ എന്ന കഥയാണ് ഞാനീ പറഞ്ഞത്. നന്ദി.